എഴുന്നേൽക്ക എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഡീ നരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്ക എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, യേശു നൽകും ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, യേശു നൽകും ജയം മാത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്ക, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്ക, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്ക എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, യേശു നൽകും ജയം മാത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 49 അധ്യായം 15 വചനം ഇങ്ങനെ പറയുന്നു: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? നാം കാണുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിലൊന്നാണ് അമ്മ തൻ്റെ മകനോടുള്ള സ്നേഹം. നമ്മൾ പലപ്പോഴും വാർത്തകളിലും മറ്റും കണ്ടിട്ടുണ്ട്. അമ്മയെ ഉപദ്രവിക്കുന്ന മക്കൾ അല്ലെങ്കിൽ മകൻ, അവസാനം നാട്ടുകാരൊക്കെ പിടികൂടി പ്രശ്നമാവും, പോലീസ് വരുന്നു. പോലീസ് വരുമ്പം നാളുകളായി ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരുന്ന അമ്മ മകൻ അനുകൂലമായി സാക്ഷ്യം പറയുന്നു. തന്നെ കൊല്ലാൻ നിന്ന മകന് അനുകൂലമായി അവനെ വിടുവിക്കാൻ വേണ്ടി സാക്ഷ്യം പറയുന്നു. അത് അമ്മയുടെ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് നാം കണ്ട ഒരു വലിയ സ്നേഹമാണ് നമ്മളൊരു പൊതുവിൽ പറയുന്നൊരു വാക്കാണ് പെറ്റമ്മ മറന്നു കളയത്തില്ല. എന്നാൽ പെറ്റമ്മയും മറക്കുന്ന, ഉപേക്ഷിക്കുന്ന വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സ്നേഹം ദൈവസ്നേഹവുമായി തുലനം ചെയ്യാൻ കഴിയത്തില്ല. ദൈവമാണ് സ്നേഹം. ദൈവത്തിൽ നിന്ന് സ്നേഹം ഉൾക്കൊള്ളുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള വലിയ സന്തോഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ തന്നെ ദൈവരാജ്യത്തിലായ ആള് പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവസ്നേഹം ആ വ്യക്തിയിലേക്ക് വന്ന് അത് താനായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ അത് പ്രാവർത്തികമായി അത് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഉടനീളം സംസാരിക്കുന്നത്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം പകരപ്പെടുന്നുണ്ട്. നാം യേശുവിനെ സ്വീകരിച്ച ദൈവമക്കളുടെ അകത്തത് പകരപ്പെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും
പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്ന ഭാരങ്ങളും ചിന്തകളും വിഷയങ്ങളും കയ്പും ഒക്കെ വന്നിട്ട് നമുക്ക് പലരെ സ്നേഹിക്കാൻ കഴിയാതെ പോവുകയാണ്. എന്നാൽ ഇവിടെ പറയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നു പോകുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? എന്നിട്ട് പറയാണ്, അവൾ മറന്നു കളഞ്ഞാലും, അവർ ഇനി മറന്നു കളഞ്ഞാലോ? കർത്താവ് പറയാണ്, ഞാൻ നിന്നെ മറക്കുകയില്ല. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ ധൈര്യമായി ഉറപ്പിച്ചൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൊരു കാര്യം പറയട്ടെ, നിങ്ങളെ പലരും മറന്നു കാണും. നിങ്ങൾ സ്നേഹിച്ച പലരും നിങ്ങളെ മറന്നു കാണും. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാകാം, മാതാപിതാക്കളാകാം, ജീവിത പങ്കാളികളാകാം, പ്രിയപ്പെട്ടവരാകാം, സ്നേഹിതരായിരിക്കാം. നിങ്ങളൊത്തിരി സ്നേഹിച്ച് കരുതിയവരൊക്കെ നിങ്ങളെ ഈ ചില സാഹചര്യങ്ങളിൽ മറന്നു. അവരുടെ വാക്കുകളിലൂടെ നിങ്ങൾക്കത് വ്യക്തമായപ്പോൾ നിങ്ങൾ ഒരുപാട് മുറിവേറ്റായിരിക്കും ഇന്ന് ഈ അവസ്ഥയിലായിരിക്കാം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാണ്, ആരൊക്കെ മറന്നു കളഞ്ഞാലും ദൈവം നിന്നെ മറക്കുന്നില്ല. അതാണ് വചനം, ഞാൻ നിന്നെ മറക്കത്തില്ല, ഒരു നാളും ഞാൻ നിന്നെ മറക്കുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം തള്ളിക്കളയും ദൈവമല്ല, ദൈവം ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. നിങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് ദൈവമക്കളായി മാറിയെങ്കിൽ ഈ ലോകത്തിലെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സ്നേഹത്തിന് അപ്പുറത്ത്, ഈ ലോകത്തിൽ കാണുന്ന മക്കളുടെ സ്നേഹത്തിന് അപ്പുറത്ത്, ജീവിത പങ്കാളിയുടെ സ്നേഹത്തിന് അപ്പുറത്ത് നിങ്ങളെ ഇരുകരവും നീട്ടി സ്നേഹിക്കുന്ന ഒരു നല്ല നാഥനുണ്ട്, നല്ല രക്ഷകനുണ്ട്. അവൻ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? യേശു നമ്മെ സ്നേഹിച്ചത് തൻ്റെ ചങ്കിലെ ചോര, അവസാന തുള്ളി ചോര വരെയും ചൊരിഞ്ഞ്, തൻ്റെ ശരീരം തകർക്കപ്പെട്ട് അവൻ്റെ ശരീരം ഉഴവ് ചാലുപോലെ ഒഴുകി ചോര. അങ്ങനെ യേശു ക്രിസ്തു തകർക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ജയാളികളായി മാറുകയാണ്. അങ്ങനെ ദൈവസ്നേഹം, വാസ്തവമായി പിതാവിൻ്റെ സ്നേഹം പുത്രനാം യേശു ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും പാപികളായി മരിച്ച് മാറ്റപ്പെടേണ്ട സ്ഥാനത്ത് പിതാവാം ദൈവം തൻ്റെ ഓമന പുത്രനെ അയച്ച് നമ്മുടെ പാപത്തിനും ശാപത്തിനും എല്ലാത്തിനും ശിക്ഷ യേശു കാൽവറിയിൽ ഏറ്റെടുത്ത് തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും ചൊരിഞ്ഞ് മരണത്തെ ജയിച്ച് യേശു കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവായി അഭിഷിക്തനായി നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി മധ്യസ്ഥനായി സദാ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് കർത്താവുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. ദൈവം നിങ്ങളെ മറക്കത്തില്ല. എന്നിട്ട് പറയണം, ആരൊക്കെ മറന്നു കളഞ്ഞാലും മറന്നു പോകരുത്, ദൈവം നിങ്ങളെ മറക്കത്തില്ല. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്കതിന് ഉറപ്പും ബോധ്യവും ദൈവവചനത്തിലൂടെ തരികയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ ഞാൻ എന്നെ എൻ്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉള്ളംകൈയിൽ വരയ്ക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ ഉള്ളംകൈ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് മാഞ്ഞു പോകാതെ വണ്ണം എന്നെയും നിങ്ങളുടെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലുണ്ട് എന്ന് വെച്ചാൽ അതുപോലെ മറക്കത്തില്ല. നമ്മൾ ചില കുഞ്ഞുങ്ങളൊക്കെ പോയി ചിലപ്പം അവരുടെ അമ്മമാരുടെ ടാറ്റു, അമ്മയുടെ രൂപം, ചിത്രമൊക്കെ ശരീരത്തിൽ പതിക്കുന്നത് പോലെ, അമ്മ മരിച്ചു പോയ ഒരു കുഞ്ഞൊരിക്കൽ അങ്ങനെ ചെയ്തു. അമ്മയുടെ ചിത്രം ഇങ്ങനെ ടാറ്റു പതിച്ചിരിക്കുക, മാഞ്ഞു പോകാതെ എൻ്റെ നെഞ്ചത്തിങ്ങനെ അമ്മയുടെ ചിത്രം. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമ്മയെക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയ പലകളിൽ കർത്താവിൻ്റെ ചിത്രം പതിയപ്പെടട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുപോലെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് ദൈവവചനം പറയുന്നു. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മ മറന്നാലോ, പ്രിയപ്പെട്ടവർ മറന്നാലോ, സ്നേഹിതർ മറന്നാലോ, സഭയിലുള്ളവർ മറന്നാലോ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർ നമ്മളെ മറന്നാലും, നമ്മൾ ചെയ്തതെല്ലാം മറന്നവർ പറഞ്ഞ് സംസാരിച്ചാൽ ഭയപ്പെടരുത്. കാര്യം ലോകാവസാനത്തോളം
എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നും സ്നേഹിക്കുന്ന ഒരാളെ ഉള്ളൂ, ആളുടെ പേര് യേശു. ആ കർത്താവ് ഇന്ന് എൻ്റെ സമീപത്തുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് വിഷയങ്ങൾ ഏൽപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കൈവിടത്തില്ല കർത്താവ്, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കർത്താവ്. നിങ്ങൾ പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ആ വേദനയുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ കരം പിടിച്ച് അത്ഭുതകരമായി വിടുവിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, പുത്രനിലൂടെ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നുപോകും. കർത്താവ് പറഞ്ഞല്ലോ, മറന്നുപോയാലും പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഇനി അവൾ മറന്നു കളഞ്ഞാലും കർത്താവ് ഞങ്ങളെ മറക്കത്തില്ലെന്ന് ഞങ്ങളോടൊന്ന് സംസാരിച്ച വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കൈവിടുകയില്ല, കൈവിടുകയില്ല, പൊന്നേശു തമ്പുരാനെന്നെ കൈവിടുകയില്ല, 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 പൊന്നേശു തമ്പുരാനെന്നെ കൈവിടുകയില്ല.